എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സെല്ലും സെല്ലിൻ്റെ സ്ട്രക്ചറും ഒക്കെ പഠിച്ചിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാം, സെൽ ക്ലസ്റ്റേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസും ഒക്കെ പഠിക്കാം. ഓക്കെ. ഡൈവേഴ്സിറ്റി എമംഗ് സെൽസ്. Each part of the human body is made up of millions of different kinds of cells. There are about 200 different kinds of cells like nerve cells, muscle cells, blood cells, bone cells, etc. in the human body. എന്താ പറഞ്ഞത്, നമ്മളെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് മില്യൺസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹ്യൂമൻ ബോഡീൻ്റെ ഓരോ പാർട്ട് എടുത്ത് നോക്കിയാലും അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് കാണാൻ പറ്റും. എക്സാമ്പിൾ ആ പിക്ചറിലേക്ക് നോക്കിക്കേ. പിക്ചറിൽ എന്തൊക്കെ സെൽസ് ഉണ്ട്? നെർവ് സെൽസ് ഉണ്ട്, ബോൺ സെൽസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്. ഇങ്ങനെ 200 ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് കൊണ്ടാണ് ഹ്യൂമൻ ബോഡി എന്ത് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ടിഷ്യൂസ് എന്താ നോക്കാം. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? ടിഷ്യൂസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആയിരിക്കും. അതായത് എന്താണ്, അതിൻ്റെ ഒറിജിൻ എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതേപോലെ അവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നെർവ് സെൽസ്, മസിൽ സെൽസ്, അങ്ങനെ കുറേ സെൽസ് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെയുള്ള സെൽസിനെ എല്ലാം, ഇപ്പോൾ ബ്ലഡ് സെൽസ് എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ബ്ലഡ് സെൽ എടുക്കാം. അപ്പോൾ ബ്ലഡ് സെല്ലിന് എന്താക്കാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ബ്ലഡ് സെൽസ് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും, ബ്ലഡ് ടിഷ്യൂ ഫോം ചെയ്യും. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ബ്ലഡ് ടിഷ്യൂവിന് എന്തായിരിക്കും, ഏത് സെല്ലെടുത്ത് നോക്കിയാലും എല്ലാത്തിനും എന്തായിരിക്കും, കോമൺ ഒറിജിൻ ആയിരിക്കും. അതേപോലെ എന്താണ്, അവരൊരു സ്പെസിഫിക് ഫംഗ്ഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെർഫോം ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസിനെ നമ്മൾ എന്തെന്ന് പറയും, ടിഷ്യൂ എന്ന് പറയും. ഓക്കെ. അപ്പോൾ ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ദാറ്റ് ഹാവ് എ കോമൺ ഒറിജിൻ ആൻഡ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. നോക്കിക്കേ. There are different kinds of tissues in multicellular organisms like plants and animals. ഇപ്പോൾ പ്ലാന്റ്സും ആനിമൽസും എന്നൊക്കെ പറയുന്നത് എന്താണ്, മൾട്ടി സെല്ലുലർ ഓർഗാനിസം ആണ്. അപ്പോൾ അവയുടെ പ്രത്യേകത എന്താണ്, ഈ മൾട്ടി സെല്ലുലർ ഓർഗാനിസത്തിലൊക്കെ എന്തുണ്ടാവും, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടിഷ്യൂസ് ഉണ്ടാവും. The coordinated action of these tissues helps in performing different physiological functions effectively. ഇപ്പോൾ നമ്മളെ ബോഡി ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, ആ ഫങ്ഷൻസ് എല്ലാം ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള മൊത്തം ടിഷ്യൂസിൻ്റെ കോർഡിനേറ്റഡ് ആക്ഷൻ കൊണ്ടാണ്. ഇപ്പോൾ ടിഷ്യൂസ് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ആണ്. അവർക്ക് കോമൺ ഒറിജിൻ ആയിരിക്കും. അതേപോലെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഫങ്ഷൻ മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. പിന്നെ എന്താ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ടിഷ്യൂസിൻ്റെ കോർഡിനേറ്റഡ് ആക്ഷൻ കൊണ്ടാണ് എന്ത് ചെയ്തത്, നമുക്ക് ഡിഫറെൻറ്റ് ബോഡി ഫങ്ഷൻസ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ. ഫ്രം എ സിംഗിൾ സെൽ. Our body is developed from a single cell called zygote. The zygote undergoes continuous divisions and forms a fetus consisting cells of different shape, size and content. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ഫുൾ ബോഡി ഏതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഒരു സിംഗിൾ സെൽ, സൈഗോട്ട് എന്ന് പറയുന്ന സിംഗിൾ സെല്ലിൽ നിന്നാണ് എന്ത്, നമ്മളെ ഫുൾ ബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് പറ്റും, ആദ്യം ഉണ്ടായിരുന്ന ഒറ്റ സെല്ലാണ് സൈഗോട്ട്. ഈ സൈഗോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫോം ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരാണെന്ത്, ഫീറ്റസ് അല്ലെങ്കിൽ ഫീറ്റൽ സെൽസ്. ഈ ഫീറ്റൽ സെൽസ് എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് ചേഞ്ചും സ്ട്രക്ചറും ഫങ്ഷൻസും ഒക്കെ ചേഞ്ചായി ഓരോ ഡിഫറെൻറ്റ് സെൽസ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ ബോഡി ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിനെ മൊത്തം പറയുന്ന പേരാണ് എന്ത്, സെൽ ഡിഫറൻസിയേഷൻ. എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ഹ്യൂമൻ ബോഡി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്. ആ സെല്ലിന് പറയുന്ന പേരെന്തായിരുന്നു, സൈഗോട്ട്. ഇനി എന്ത് പറ്റും, ആ സൈഗോട്ട് ഒറ്റ സെല്ല് മാത്രം അല്ലേ, ഇനി ആ കുറേ സെൽസ് ഉണ്ടാവണ്ടേ നമ്മളെ ബോഡിയിൽ. അതിനു വേണ്ടിയിട്ട് എന്ത് പറ്റും, ഈ സൈഗോട്ട് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന സെല്ലിനെ പറയുന്ന പേരെന്താണ്, ഫീറ്റൽ സെൽസ്. ഇനി ഫീറ്റൽ സെൽസ് എന്തായിരിക്കും, വീണ്ടും എന്തായിട്ട് മാറും, ഓരോ സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്ന സെൽസ് ആയിട്ട് മാറും. നോക്കിക്കേ.
പിക്ചറിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സൈഗോട്ട് എന്തായി ചേഞ്ച് ചെയ്തു, ഫീറ്റൽ സെൽസ് ആയിട്ട് ചേഞ്ച് ചെയ്തു. ഈ ഫീറ്റൽ സെൽസ് പിന്നെ എന്തായിട്ട് മാറുന്നു, കംപ്ലീറ്റ് ബോഡിയിൽ ഏതൊക്കെ സെൽസ് ഉണ്ടാവും, നെർവ് സെൽസ് ഉണ്ടാവും, ബോൺ സെൽസ് ഉണ്ടാവും, ബ്ലഡ് സെൽസ് ഉണ്ടാവും, മസിൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽ ഉണ്ട്. അപ്പോൾ ഈ ഹോൾ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ, അത് നമുക്കൊന്നും കൂടി നോക്കാം. Our body is developed from a single cell called zygote, and this zygote undergoes continuous divisions and form the fetus. Then the fetal cells gradually attain change in structure and function, and this process is known as cell differentiation. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് മെയിനായിട്ട് എന്താ, 2 ക്വസ്റ്റ്യനെ ചോദിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, our body is developed from a single cell called dash. എന്താണ് ആ ഡാഷ്, zygote. Okay, then next question is what do you mean by cell differentiation? എന്താണ് സെൽ ഡിഫറൻസിയേഷൻ? എന്തായിരുന്നു, സൈഗോട്ട് എന്തായിട്ട് മാറുന്നു, കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്തിട്ട് ഫീറ്റൽ സെല്ലായി മാറുന്നു. ഈ ഫീറ്റൽ സെൽസ് എന്തായിരിക്കും, വേറെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലായി മാറുന്നു. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റെം സെൽസ്. Stem cells are specialized cells that can transform into any kind of cells. Stem cells undergo constant differentiation and get transformed into other kinds of cell. നോക്കിക്കേ, സ്റ്റെം സെൽസിൻ്റെ സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. അതിൻ്റെ പ്രത്യേകത എന്താ, അതിന് ഏത് കൈൻഡ് ഓഫ് സെൽ, നമ്മൾ നേരത്തെ പറഞ്ഞു നെർവ് സെൽ, മസിൽ സെൽ, ബ്ലഡ് സെൽ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ല് പറഞ്ഞില്ലേ, അതിൽ ഏത് തരത്തിലുള്ള സെല്ലായി മാറാനും കഴിവുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽ. നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ എന്താന്ന് പറഞ്ഞില്ലേ, അപ്പം അതുപോലെ തന്നെ എന്ത് പറ്റും, ഈ സ്റ്റെം സെൽസും എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫറൻസിയേഷൻ അണ്ടർഗോ ചെയ്യും. അങ്ങനെയാണ് എന്ത്, അത് ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെല്ലായിട്ട് മാറുന്നത്. അപ്പോൾ സ്റ്റെം സെൽസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽ. നോക്കിക്കേ, സ്റ്റെം സെൽസ് ക്യാൻ എയ്തർ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ സെൽസ് ത്രൂ ഡിവിഷൻ ഓർ എക്സിസ്റ്റ് ആസ് സച്ച്. ഒന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് വേറെ കൈൻഡ് ഓഫ് സെല്ലായിട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ്, സ്റ്റെം സെൽസ് എന്ന് പറയുന്ന സെല്ലായിട്ട് തന്നെ നമ്മളെ ബോഡിയിൽ നിലനിൽക്കാൻ സാധിക്കും. വെൻ ദ സെൽസ് ഇൻ ദ ടിഷ്യൂ ഗെറ്റ് ഡെസ്ട്രോയിഡ്, ന്യൂ സെൽസ് ഡെവലപ്ഡ് ഫ്രം ദ സ്റ്റെം സെൽസ്. ഇപ്പം നമ്മളെ ഏതെങ്കിലും ടിഷ്യൂലെ, നമ്മൾ കുറേ ടിഷ്യൂ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ, ഇപ്പം ഏതെങ്കിലും ഒരു ടിഷ്യൂവിലെ സെൽസിന് എന്താണ്, എന്തെങ്കിലും ഡാമേജ് പറ്റി, അപ്പം എന്താ ചെയ്യുക, പുതിയ സെൽസ് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുക, നമ്മളെ സ്റ്റെം സെൽസ് നിന്നാണ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയാണ് സ്റ്റെം സെൽസിന് എന്താണ്, വേറെ കൈൻഡ് ഓഫ് സെല്ലായിട്ട് മാറാൻ കഴിയുന്നത്. ഓക്കെ, സ്റ്റെം സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്ട് എക്സെട്ര. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിൽ സ്റ്റെം സെൽസ് സാധാരണ എവിടേക്കാണ് കാണപ്പെടുന്നത്, ബോൺ മാരോയിൽ കാണപ്പെടുന്നുണ്ട്, സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട്, അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും കാണപ്പെടുന്നുണ്ട്. ഇനി സ്റ്റെം സെൽസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമുക്ക് ഏതൊക്കെ ഡിസീസസിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ, ബ്ലഡ് ക്യാൻസർ, ഡയബറ്റീസ്, പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കുറേ ഡിസീസസിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്റ്റെം സെൽസ് വഴി പോസിബിൾ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഓർഗൻസിൻ്റെ മാനുഫാക്ചറിലും സ്റ്റെം സെൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഓർക്കാം. ഈ ടോപ്പിക്കിലെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ സ്റ്റെം സെൽസ് ആണ്. ഇപ്പോൾ സ്റ്റെം സെൽസ് എന്തായിരുന്നു, സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. ഇനി അതെങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, സ്റ്റെം സെൽസ് അണ്ടർഗോ കോൺസ്റ്റന്റ് ഡിഫറൻസിയേഷൻ ആൻഡ് ദെൻ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ കൈൻഡ് ഓഫ് സെൽസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽ ടിഷ്യൂസ് ആണ്. നോക്കിക്കേ, ഫസ്റ്റ് വൺ ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ടോ, പിക്ചറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലെ ഏറ്റവും പുറത്ത് ഫസ്റ്റ് കവറിംഗ് ആയി കാണപ്പെടുന്ന ടിഷ്യൂസിന് പറയുന്നതാണ് എന്ത്, എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി, ലൈൻസ് ദ ഇന്നർ വോൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. മെയിൻ ആയിട്ട് കാണപ്പെടുന്ന എന്താണ്, ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഇന്നർ വോളിലാണ് കാണപ്പെടുന്നത്. ഇനി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. പെർഫോംസ് ദ ഫങ്ഷൻസ് സച്ച് as പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, പ്രൊട്ടക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, അതേപോലെ സെക്രീഷൻസിന്റെ പ്രൊഡക്ഷനും ഉണ്ട്.
എപ്പിത്തീലിയൽ ടിഷ്യൂ എന്തായിരുന്നു? ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. ദെൻ എവിടെയാണ് കാണപ്പെടുന്നത്? ഇറ്റ് ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്. നെക്സ്റ്റ് ടിഷ്യൂ ഏതാ നോക്കിക്കേ. നെക്സ്റ്റ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂന്റെ പ്രത്യേകത എന്താ? ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ഈ നെർവസ് ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ മൊത്തത്തിലുള്ള കോർഡിനേഷൻ, ടിഷ്യൂസിന്റെ മൊത്തം കോർഡിനേഷൻ കൊണ്ടാണ് നമ്മളെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി എന്താ ചെയ്യുന്നത്? അതിന്റെ ഫങ്ഷൻ നോക്കിക്കേ. ഇനേബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മളെ ബോഡിയിലെ ഇൻസൈഡ് അകത്തും പുറത്തുമുള്ള ചേഞ്ചസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾക്ക് പറഞ്ഞിരുന്ന ആരാണ്? ഈ നെർവസ് ടിഷ്യൂസ് ആണ്. ഇപ്പൊ നെർവസ് ടിഷ്യൂസിന്റെ പ്രത്യേകത എന്താ നോക്കിക്കേ. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, enables to respond identifying the changes inside and outside the body. Okay, then next is muscular tissue. Consists of cells that can contract and regain the original state. ഇപ്പോൾ മസ്കുലർ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്താണ്? ഇതിലുള്ള സെൽസ് എല്ലാം എന്താണ്? കോൺട്രാക്ട് ചെയ്യാനും അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകാനും പറ്റുന്ന സെൽസിന്റെ ടിഷ്യൂവിനാണ് എന്തെന്ന് പറയുന്നത്? മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. സോ മസ്കുലർ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. ദെൻ ഫങ്ഷൻ എന്താ നോക്കിക്കേ. ഇനേബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡി മൂവ്മെന്റ് സാധ്യമാകുന്നത് എന്തുകൂടിയാണ്? ഈ മസ്കുലർ ടിഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ മെയിൻ ആയിട്ട് ആനിമൽ ടിഷ്യൂസ് ഏതൊക്കെയാ നോക്കിക്കേ. എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ ആൻഡ് മസ്കുലർ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ ബോഡി. പിന്നെ എന്തായിരുന്നു? നെർവസ് ടിഷ്യൂ ആണെങ്കിലോ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. ദെൻ മസ്കുലർ ടിഷ്യൂ എന്തായിരുന്നു? മസ്കുലർ ടിഷ്യൂ കാരണമാണ് എന്ത് നമുക്ക് മൂവ്മെന്റ് ഓഫ് ബോഡി സാധ്യമാവുന്നത്. അവയുടെ പ്രത്യേകത എന്തായിരുന്നു? കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. What are animal tissues and what are the importance of animal tissues? Then next topic. Next connective tissue. അപ്പോൾ നമ്മൾ ആനിമൽ ടിഷ്യൂസിൽ കുറേ ടിഷ്യൂസ് പറഞ്ഞില്ലേ, ഇനി നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ എന്താ നോക്കാം. Either connects different tissues or act as support to them. ഒന്നെങ്കിൽ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ത് ചെയ്യും? നമ്മൾ കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലെ, കണക്ട് ചെയ്യാം. ഇപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഓരോത്തിനും സപ്പോർട്ടായിട്ട് വർത്തിക്കും. അങ്ങനത്തെ ടിഷ്യൂസിന് പറയുന്ന പേരാണ് എന്ത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ നോക്കിക്കേ. ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് എന്നൊക്കെ പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോൺ എന്താ ചെയ്യുന്നത്? നമ്മളെ ഡിഫറെൻറ്റ് പാർട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യും. അതേപോലെ നമ്മളെ ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്താണ്? ബോൺസ് തന്നെയല്ലേ. അതേപോലെ തന്നെ കാർട്ടിലേജും ഫൈബ്രസ് ടിഷ്യൂവും ബ്ലഡും ഏതെടുത്ത് നോക്കിയാലും എന്താണ്? ഇതേ സെയിം ഫംഗ്ഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. നോക്കിക്കോ, ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനറ്റ് ഷേപ്പ് ടു ദ ബോഡി. ബോൺ എന്തിനാന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ ബോൺ എന്തിനാ? ബോണും കാർട്ടിലേജും ഒക്കെ എന്തിനാണ്? നമ്മളെ ബോഡിക്ക് സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഡെഫിനറ്റ് ഷേപ്പ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് ഫൈബ്രസ് ടിഷ്യൂ. ഫൈബ്രസ് ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്? അതർ ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഫൈബ്രസ് ടിഷ്യൂ കണക്ട്സ് അതർ ടിഷ്യൂസ്. ഇനി ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താ നോക്കിക്കേ. ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസസ്. ഇപ്പൊ നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസിനെയും മിനറൽസിനെയും എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ബ്ലഡ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ബോഡിക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി, ഡിസീസസ് നമുക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ്? ബ്ലഡ് തന്നെയാണ്. നോക്കിക്കേ, കണക്റ്റീവ് ടിഷ്യൂസ് ആർ എന്താണ്? ആർ ദ കൈൻഡ് ഓഫ് ടിഷ്യൂസ് ദാറ്റ് കണക്ട്സ് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ആക്ട് ആസ് എ സപ്പോർട്ട് ടു ദം. നോക്കിക്കേ, ആസ് ദ നെയിം സജസ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് ബൈൻഡ് ദ അതർ ടിഷ്യൂസ് ടുഗദർ. നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി പറയുന്നു എന്നേ ഉള്ളൂ. Tendons that connect muscles to the bones, ligaments that connects bones together, and fibrous tissues that hold the eye and kidneys
in the proper place are the example for connective tissues. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ ബൈ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഫോർ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് പറയും ഉത്തരം? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ആർ ദ ടിഷ്യൂസ് ദാറ്റ് ബൈൻഡ് other tissues together or act as a support to them. Then which are the examples for connective tissue? Examples are bone, cartilage, fibrous tissue, blood, etc. Then what are the functions of bone and cartilage? It provides support, protection and definite shape to the body. Next, what is the function of fibrous tissue? It connects other tissues. Then what is the function of blood? Blood carries out the conduction of materials and makes the body resistant to diseases. Okay. Next topic is meristematic tissues. Meristematic cells are specific cells seen at the tip of the stem and root in the plants. അപ്പോൾ മെരിസ്റ്റമാറ്റിക് സെൽസ് എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റിലാണ് കാണപ്പെടുന്നത്. പ്ലാന്റിൻ്റെ എവിടെയൊക്കെ? സ്റ്റെമ്മിൻ്റെ ടിപ്പിലും അതേപോലെ റൂട്ടിലും കാണപ്പെടുന്ന സ്പെസിഫിക് സെൽസിന് പറയുന്ന പേരാണെന്ത്? മെരിസ്റ്റമാറ്റിക് സെൽസ്. ഇനി മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ റാപ്പിഡ് ഡിവിഷൻ കൊണ്ടാണ് എന്ത്? പ്ലാന്റ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റിൽ ഗ്രോത്ത് പോസിബിൾ ആവുന്ന ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. ഓക്കെ. അപ്പോൾ വാട്ട് ആർ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്? മെരിസ്റ്റമാറ്റിക് ഇന്ന് നമുക്ക് പറയാനുള്ളത് കമ്പാരിസൺ ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് മെച്യൂർ സെൽ. ചിത്രത്തിൽ കണ്ടില്ലേ? ഫിഗറിൽ എന്താ കൊടുത്തിട്ടുണ്ട്? ഒരു മെരിസ്റ്റമാറ്റിക് സെല്ലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ മെച്യൂർ സെൽസ് നോക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗറിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? മെരിസ്റ്റമാറ്റിക് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ലാർജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്താ? തിൻ പ്രൈമറി വോളാണ്. അതേപോലെ മോർ സൈറ്റോപ്ലാസമാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? മെച്യൂർ സെൽ എടുത്ത് നോക്കിയാൽ എന്താ കാണാം? തിക് സെക്കൻഡറി വോളാണ് കാണാം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കമ്പാരിസൺ എന്താ നോക്കാം. നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്യുന്നത് റിലേറ്റീവ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്. നോക്കിക്കേ, ചിത്രത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? സൈസ് എന്താണ്? മെരിസ്റ്റമാറ്റിക് സെല്ലാണെങ്കിൽ ലാർജ് ആണ്, അതുപോലെ മെച്യൂർ സെല്ലാണെങ്കിലോ സ്മോൾ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടു. നെക്സ്റ്റ് കമ്പാരിസൺ എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് സെൽ വോൾ ആണ്. സെൽ വോൾ നോക്കിക്കേ, മെരിസ്റ്റമാറ്റിക് സെൽ ആണെങ്കിൽ എന്താ? തിൻ പ്രൈമറി വോളാണ് നമ്മൾ പറഞ്ഞു. മറ്റേതിൽ എന്താ? മെച്യൂർ സെൽ ആണെങ്കിൽ തിക് സെക്കൻഡറി വോളാണ്. അപ്പോൾ തിക്നെസ് ഓഫ് സെൽ വോൾ ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ ഈസ് തിൻ, ദെൻ ഇൻ മെച്യൂർ പ്ലാന്റ് സെൽ ഈസ് തിക്. ഓക്കെ. നെക്സ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം. ഫസ്റ്റ് കണ്ടില്ലേ, മെരിസ്റ്റമാറ്റിക് സെല്ലിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? മോർ സൈറ്റോപ്ലാസം ആയിരിക്കും. അതേപോലെ മെച്യൂർ സെല്ലാണെങ്കിൽ എന്താണ്? ലെസ് സൈറ്റോപ്ലാസം ആയിരിക്കും. ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ എന്തൊക്കെ? മെരിസ്റ്റമാറ്റിക് സെല്ലും മെച്യൂർ പ്ലാന്റ് സെല്ലും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വിൽ ബി ലാർജ് ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് സ്മോൾ ഇൻ മെച്യൂർ പ്ലാന്റ് സെൽ. ദെൻ തിക്നെസ് ഓഫ് സെൽ വോൾ തിൻ ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് തിക് ഇൻ മെച്യൂർ പ്ലാന്റ് സെൽ. ദെൻ ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം മോർ ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ ആൻഡ് ലെസ് ഇൻ മെച്യൂർ സെൽ. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.